80 വയസ്സുണ്ടെങ്കിലും വന്നല്ലോ. 40 വയസ്സ് പോലും ഇപ്പം യോഗത്തിന് വരുന്നില്ല. വയ്യെന്നാ പറയുന്നത്. വയ്യ. കല്യാണമാണെന്ന് പറഞ്ഞാൽ അന്നേരം ഓട്ടോ പിടിച്ചു പോകും. ചെല്ല് കല്യാണം എന്ന് പറഞ്ഞാൽ ഓട്ടോ പിടിച്ചല്ല, തലേന്നേ പോകും. ചെല്ല് പിന്നെ ഒരു 3-4 ദിവസം മുമ്പേ അങ്ങ് പോകും. കല്യാണം കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുക, പിന്നെ അവിടെ 2 ദിവസം തങ്ങും. നിങ്ങൾ എന്തിക്ക് ആരുടെ കാര്യമാണ് ഒക്കെ ആവശ്യമുള്ളത് ഏറ്റെടുത്തോളും. അപ്പൊ ശ്രദ്ധിക്കുക, രാജാവ് ബർസില്ലായിയോട് പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും, ഞാൻ നിന്നെ യെരൂശലേമിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ ഇന്നലെ ചിന്തിച്ചല്ലോ, യെരൂശലേം വിശേഷപ്പെട്ട സ്ഥലമാണ്. സ്തോത്രം. യഹൂദ മക്കൾക്ക് അവകാശമായി കിട്ടിയ സ്ഥലമാണ്. അതിൽ പെട്ടതായി യെരൂശലേം. ഉൽപ്പത്തി പുസ്തകം മുതൽ പഠിക്കുമ്പോൾ അതിൻ്റെ വിശേഷത നമ്മൾ കാണുന്നുണ്ട്. ഞാൻ യെരൂശലേമിനെ പറ്റി ഇപ്പം പറയുന്നില്ല, വിഷയം വിട്ടുപോകും. 1-2 കാര്യം സൂചിപ്പിച്ചങ്ങ് പോയേക്കാം. അബ്രഹാം തൻ്റെ മകനെ യാഗം കഴിച്ചല്ലോ. ദാവീദ് ഒർന്നാനോട് കളം തിരിച്ചു വാങ്ങി. ശലോമോൻ പിന്നത്തേതിൽ അവിടെ ആലയം പണിതു. അപ്പോൾ യെരൂശലേമിന് ധാരാളം വിശേഷതകളുണ്ട്. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന പദം നമുക്ക് അറിയാം. ഇന്നലെ നമ്മൾ പറഞ്ഞതാ, തമ്മിൽ ഇണങ്ങിയെന്നല്ല, ഇണക്കിയ. 122 സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം വായിച്ചേ. തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേമേ, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം, അതാ യെരൂശലേം. ഇന്നലെ ഞാനൊരു സൂചന തന്നല്ലോ, വാതിലുകൾ പലതാ അല്ലേ. ആദ്യത്തെ വാതില് ആട്ടിൻവാതില്, നെഹമ്യാവ് 3:1 വായിര്. ഇപ്പം പ്രസംഗിക്കുന്നില്ല, സൂചിപ്പിച്ചങ്ങ് പോവാം. ആട്ടിൻവാതില്. അപ്പൊ ആദ്യത്തെ വാതില് ആട്ടുന്ന വാതിലല്ല, അതിലെ പിടിച്ച് അല്ല, ചിലക്ക് അങ്ങനെ ധാരണ. ആട്ടിൻവാതില് വാതിൽ കിടന്ന് ആട് കാണാം. ആട്ടിൻവാതില്. ഒന്നാമത്തെ വാതില് ആട്ടിൻവാതിൽ. താഴോട്ട് പഠിച്ചു വരുമ്പോൾ വാതിലുകളെ പറ്റി അവിടെ കാണുന്നുണ്ട്. 2-ാമത്തെ വാതിലാണ് മീൻവാതിൽ. 3-ാം വാക്യം വായിച്ചേ. മീൻവാതിൽ ഹസ്സനായക്കാർ പണിതു. ഇനി അടുത്തൊരു വാതിലാണ് പഴയ വാതില്. 6-ാം വാക്യം. പഴയ വാതിൽ പാസേഹയുടെ മകനായ യോയാദയും ബേസേദ്യാവിന്റെ മകനായ ബെശുല്ലാമും അറ്റകുറ്റം തീർത്തു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഓരോരോ വാതിലുകള് താഴോട്ട് പഠിക്കുമ്പോൾ ആട്ടിൻവാതില്, പിന്നെ മീൻവാതില്, പഴയ വാതിൽ, ഇങ്ങനെ ധാരാളം വാതില് നമുക്ക് പിന്നീട് ഒരു ദിവസം ചിന്തിക്കാം. അത്രയ്ക്ക് ശ്രേഷ്ഠമായി ഇണക്കിയ നഗരമായത് പണിതിരിക്കുക. അവിടേക്ക് ആ ഗോത്രങ്ങളെല്ലാം ചെല്ലുന്നത്. അവിടെ ആ ദൈവാലയം, അവിടെയാണ് ദൈവസാന്നിധ്യം, അവിടെയാണ് കെറൂബുകളെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്, അവിടെയാണ് പെട്ടകം, അവിടെ ആ ഷെക്കേന, അവിടെയാണ് തേജസ്. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ഥലമായി യെരൂശലേം. അവിടെ ആ ദൈവാലയം യെരൂശലേമില്ല. നോക്കിയില്ലാർക്കും മദീവരാമന്ദിരം, നോക്കിയില്ലാർക്കും മദീവരാമന്ദിരം, ഭാഗ്യനാഥന്റെ ദിവ്യമാലയം, ഭാഗ്യനാഥന്റെ ദിവ്യമാലയം. പോകനാമവിടുന്നു ചോദമരെന്നു മോദമുദിച്ചുമേ, പോകനാമവിടുന്നു ചോദമരെന്നു
മോദമുദിച്ചുമേ നോക്കിലാർക്കും മതിവരമന്ദിരം നോക്കിലാർക്കും മതിവരമന്ദിരം സാലേമേ ഞങ്ങൾ കാലുകൾ നിന്നൂടെ സാലേമേ ഞങ്ങൾ കാലുകൾ നിന്നൂടെ വാതിലിനകമേകിത സ്ഥിതി ചെയ്തിടുന്നത് ചിത്രമായി വാതിലിനകമേകിത സ്ഥിതി ചെയ്തിടുന്നത് ചിത്രമായി തമ്മിൽ ചേർത്തിണക്കി പണുതുള്ളോരു തമ്മിൽ ചേർത്തിണക്കി പണിതുള്ളോരോ തമ്മിൽ ചേർത്തിണക്കി പണിതുള്ളോരു ഹർമ്യമേ തവ ഭംഗി വാഴ്ത്തുവതേതൊരു തനു സാധ്യമാ ഹർമ്യമേ തവ ഭംഗി വാഴ്ത്തുവതേതൊരു തനു സാധ്യമാ നോക്കിലാർക്കും മതിവരമന്ദിരം ഓ നോക്കിലാർക്കും മതിവരമന്ദിരം. ഞാനേ ജെയ്സനും അവർ താളമൊക്കെ ഉള്ളപ്പോൾ നീ അത് പാടുന്നുള്ളു. അത് ഇപ്പം പാടിയ കേൾക്കുന്നില്ല. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് പാടിയിട്ടെ താളം കൊണ്ടുണ്ടല്ലേ നോക്കുമ്പോൾ. അപ്പൊ ശ്രദ്ധിക്കുക, അത്രയ്ക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണ് യെരുശലേം. ആ യെരുശലേമിലെ സുഖജീവിതത്തിന് ബർസില്ലായിയെ വിളിക്കുക. ഞാൻ ഇന്ന് ആ പോയിന്റ് വേഗത്തിൽ അങ്ങ് നിർത്തും. എന്നിട്ട് യഹോവയാൽ സംഭവിച്ച വേറൊരു വാക്യവും കൂടെ പറഞ്ഞ് അത് വൈകിട്ടായിരിക്കും പ്രസംഗിക്കുന്നത്. അല്ല നിങ്ങൾ പറയും പുള്ളി അതിൽ തന്നെ അങ്ങ് കടിച്ച് ആന്ന് കിടക്കുക എന്ന് ചിലക്കൊരു ചിന്ത ഇല്ലാതെ ഇല്ല. അപ്പൊ ശ്രദ്ധിക്കുക, യെരുശലേമിലെ സുഖജീവിതത്തിന് ബർസില്ലായിയെ വിളിച്ചു. ഞാൻ നിന്നെ യെരുശലേമിലേക്ക് കൊണ്ടുപോവുക, നീ ഇവിടെ കിടക്കണ്ട. 2, നിന്നെ എൻ്റെ അടുക്ക പാർപ്പിച്ച് രക്ഷിക്കും. എൻ്റെ ഒരു എളിയ ചിന്തയാ ഈ ബർസില്ലായി. എൻ്റെ ഭാഷയല്ല കേട്ടോ, ഒരു കാശുമൊക്കെ കൊണ്ട് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിലും എൻ്റെ ചിന്തയാ വകതിരിവുണ്ടോന്നിന് ഒരു ബോധക്കേടാണെന്ന് തോന്നുന്നു. കാശ് ഇഷ്ടം പോലുണ്ട്, അത് ആൾക്കാർക്ക് കൊടുക്കാനും മനസ്സുണ്ട്, നല്ല മനസ്സാണ്. പക്ഷെ പുള്ളിക്ക് അല്പം ബോധക്കേടുണ്ടോ എന്ന് എനിക്കൊരു ചിന്ത, എൻ്റെ ചിന്തയാന്നേ. ഈ യെരുശലേമിലെ സുഖജീവിതത്തിന് ബർസില്ലായിയെ വിളിച്ചപ്പോൾ പുള്ളി ഉടനെ ഒഴികഴിവ് പറയുക. അവിടുത്തെ അങ്ങനെ ചൊക്കട ആളാണോ വിളിച്ചത്? മഹാരാജാവാണ് വിളിച്ചത്. എങ്ങോട്ടാണ് വിളിച്ചത്? യെരുശലേമിലോട്ട്. അവിടെ എവിടെയെങ്കിലും പോയി പമ്മിയിരിക്കാനല്ല, പുള്ളിയുടെ കൂടെ പാർപ്പിക്കാന്ന്. ചാടി കയറണ്ടേ? ഇങ്ങനെ ഉടനെ ഉഴപ്പി. അടുത്ത വാക്യമായിരുന്നു ബർസില്ലായി രാജാവിനോട് പറഞ്ഞു. ഉടനെ ബർസില്ലായി ഈ ദാവീദ് രാജാവിനോട് പറഞ്ഞത്, ഞാൻ രാജാവിനോടുകൂടെ യെരുശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ എന്തിനാ അങ്ങോട്ട് വരുന്നത്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? ഇനിയിപ്പോൾ അധികം നാളെന്ന് ഞാൻ നോട്ടം ഇരിപ്പം കണ്ടിട്ട് എനിക്കും അങ്ങ് തോന്നുക. നിങ്ങളുടെ ആ പമ്മിയുള്ള ഇരിപ്പും ആ മുഖം എല്ലാം കണ്ടിട്ട് ബർസില്ലായി പറഞ്ഞ പോലെ ഇനി ഞാൻ അധികം നാള് അല്ലേ പക്ഷേ ഇനി ഈ വണ്ടി അധികം നാള് ഓടുകയല്ല. അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക. സ്തോത്രം. ബർസില്ലായിയെ യെരുശലേമിലെ സുഖജീവിതത്തിന് വിളിച്ചപ്പം ഇദ്ദേഹം പറയോ, ഞാൻ രാജാവിനോടുകൂടെ യെരുശലേമിൽ വരുന്നത് എന്തിന്? എനിക്കിപ്പോ 80. എനിക്ക് ഇന്ന് 80 വയസ്സായി. ഇയാളോട് പ്രായം വല്ലതും ചോദിച്ചോ? നിന്നോട് ചോദിച്ചത് യെരുശലേമിലോട്ട് വരാനല്ലേ പറഞ്ഞേ? ഈ ചോദിക്കുന്നതിനല്ല മറുപടി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. നമ്മളിന്ന് ചോദിക്കുന്നതിന് മറുപടി എവിടെ പോകുന്നത്? ഞങ്ങളിങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് പല കാര്യങ്ങളുണ്ടല്ലോ, അപ്പം ഞങ്ങളിങ്ങനെ ഉണ്ടോ എവിടെ പോയെന്ന് ചോദിച്ചാൽ കടലോട്ട് പോയല്ലേ, ഓളിലോട്ട് പോയി അല്ലേ, ഇന്നടുത്ത് പറയുകയല്ല. ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലാണല്ലോ പോകുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പം നമുക്ക് പല വിഷയങ്ങളാണല്ലോ. ഉണ്ടോ എന്ത് ചെയ്താൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ചോദിക്കുന്നതിന്. അതിന് ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ ഉരുണ്ട് കളിക്കുക. ബർസില്ലായിയോട് ചോദിച്ചാൽ നീ യെരുശലേമിലോട്ട് വാ, നിന്നെ ഞാൻ അങ്ങോട്ട്. അന്നേരം ഒന്നെങ്കിൽ വരുന്നില്ല. ഉടനെ പുള്ളി പണ്ടപ്പരപ്പെല്ലാം കൂടെ ഇറക്കുക. ഞാൻ രാജാവിനോട് കൂടെ യെരുശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? ഞാൻ ഇനി എത്ര നാള് ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സ്. എനിക്കിപ്പോ 80 വയസ്സുണ്ട്. ഇത് വല്ലതും ചോദിച്ച കേസാണോ? നീ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? നിനക്ക് പ്രായം എന്തോണ്ട്? ഇത് വല്ലതും ദാവീദ് ചോദിച്ചോ? ദാവീദ് ഇത്ര ചോദിച്ചോടെ ഞാൻ യെരുശലേമിലോട്ട് കൊണ്ടുപോവാം.
സാറേ ഞാനും വരുന്നെന്ന് പറഞ്ഞാൽ പോരെ. നിങ്ങളിങ്ങ് പരത്തുക. ഈ പരത്തുന്ന ആൾക്കാരുണ്ട്. ഒരു പ്രാർത്ഥനാ വിഷയം കൊടുത്ത് അങ്ങ് പരത്താ. അത് ഞങ്ങളുടെ പാപ്പച്ചാൻ പറയുടെ കൂടുതൽ പരത്തണ്ട, നീ അഭിഷേകം അങ്ങ് പറഞ്ഞാൽ മതി. ഇന്ന് പകൽ കോല അങ്ങനെയൊന്നും പറപ്പിക്കണ്ട. നമ്മൾ കൂടി വന്നിരിക്കുന്ന ഹാലലൂ എന്തിനാ അങ്ങനെ വൈബ്രേഷൻ സംസാരിക്കുന്നത്? നമ്മൾ ചില കാര്യമൊക്കെ എന്നെ ശീലിച്ച് വെച്ചിരിക്കുക. കാര്യം ചോദിക്കുമ്പോൾ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ. എവിടെ പോകുന്നു? തിരുവല്ല വരെ പോകുന്നു, തീർന്ന കാര്യം. എന്തോ ഉണ്ട് വിശേഷം? ഒന്നേ സൗഖ്യമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നെ അസുഖമുണ്ട്, പ്രാർത്ഥിക്കണം, തീർന്നു. അല്ലേ പറയണം ഒത്തിരി വിഷയങ്ങളുണ്ട്, ഇപ്പം അത് പറയുന്നില്ല, പ്രാർത്ഥിക്കണം, മതി. ചോദിക്കുന്നതിന് മറുപടി പറയുക, വളരെ കൃത്യതയായിരിക്കണം. എനിക്ക് പേര് ഞാൻ പറയുന്നില്ല, സ്ഥലവും പറയുന്നില്ല, എന്തിനാ വെറുതെ മോശം. ഒരാളെ അറിയാം, നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ അവർ ചോദിക്കുന്നതിനല്ല മറുപടി പറയുന്നത്. അമ്മാമേ അമ്മച്ചി എന്തിയേ? അമ്മച്ചിയോ? ഞങ്ങളുടെ അമ്മച്ചിയുടെ ഒരു അനിയത്തിയുടെ മോളാണല്ലോ കോട്ടയത്ത് താമസിക്കുന്നത്. ആ അനിയത്തിയുടെ മോളെയാണ് നമ്മൾ പിന്നെ പൊൻകുന്നത്തിനപ്പുറം വിവാഹം ചെയ്യുന്നത്. അവർക്ക് 2 മക്കളുണ്ട്. അതിലൊരു മോള ഞങ്ങളുടെ മോടെ കൂടെ സ്കൂളിൽ പഠിച്ചത്. ആ മോടെ കാര്യം ഒത്തിരിയും പറയാനുണ്ട്. നമ്മൾ ചോദിച്ചാൽ എന്നതാ അമ്മച്ചി എവിടെ പോയെന്ന് ചോദിച്ചതേ ഉള്ളൂ. അമ്മച്ചി ആശുപത്രിയിൽ പോയി, അല്ലെ മരുന്ന് മേടിക്കാൻ പോയി, അല്ലെ പ്രാർത്ഥനയ്ക്ക് പോയി. ഇത്രയും പറഞ്ഞാൽ ഇടപാട് തീരുന്നത് പറയുകയല്ല. നമ്മളെയും കൂടെ വീട്ടിനകത്താക്കുക. നിന്നെ ഞാൻ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കും. നിന്നെ ഞാൻ യെരൂശലേമിൽ കൊണ്ടുപോവുക. ഒന്നെങ്കിൽ വരുന്നു, അല്ലേ വരുന്നില്ല. പെട്ടെന്ന് കാര്യം തീർത്തേക്കണം. ഇത് ഉടനെ അങ്ങനല്ല. അയ്യോ ഞാൻ യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്കിപ്പം തീർന്നില്ല, ഇനിയുണ്ട് 80 വയസ്സുണ്ട്. അടുത്തത് നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? അയ്യോ എനിക്കിപ്പം നല്ലതും ആകാത്തതും ഒന്നും എനിക്ക് തിരിച്ചറിയില്ല. എനിക്കിപ്പം ആകതിരിവും ഇല്ല. പിന്നെ ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയൻ അറിയാം. അയ്യോ സ്വാദൊന്നും ഇപ്പം എനിക്ക് അറിയത്തില്ല, സ്വാദും എല്ലാം പോയി. പിന്നെ സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും പാട്ട് സ്വരം എനിക്ക് കേട്ട് രസിക്കാമോ? അടിയൻ യജമാനനായ രാജാവിന് ഭാരമായി തീരുന്നത് എന്തിന്? ഇത് വല്ലതും പറയണ്ട, വല്ല കാര്യമുള്ളതാണോ? എനിക്കിപ്പോൾ 80 വയസ്സുണ്ട്, ആവതില്ല, സ്വരം കേട്ട് രസിക്കാനൊക്കെ ഒന്നുമില്ല, സ്വാദെല്ലാം പോയി, ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും? വല്ലതും പറയണ്ടേ? പൊട്ടാ, നിന്നെ ആരാ വിളിച്ചത്? മഹാരാജാവാണ്. രാജാവാകുന്ന യേശു ക്രിസ്തുവാ നിന്നെ വിളിച്ചത്. അന്നേരം ഈ പണ്ടപ്പരപ്പൊന്നും അവിടെ പറയേണ്ട കാര്യമില്ല. താൻ വിളിച്ചു, ഞാൻ പിൻചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. താൻ വിളിച്ചു, ഞാൻ പിൻചെന്നു, സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തനാൾ. ഭാഗ്യനാൾ, ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്തനാൾ. വിളിച്ചവന്റെ പുറകെ പോയാ. എന്തിനാ വേറെ പണ്ടപ്പരപ്പെല്ലാം കൂടെ പറയുന്നത്? അപ്പോൾ ശ്രദ്ധിക്കുക, ഇദ്ദേഹം ഇങ്ങനെ ഒഴികഴി പറയുക. എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ എന്തിനാ വരുന്നത്? ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് 80 വയസ്സായി. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയില്ല. ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അറിയത്തില്ല. സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെ സ്വരം എനിക്കിഷ്ടം. കേട്ട് രസിക്കാമോ? അടിയൻ രാജാവിന് ഭാരമായി അങ്ങ് വിളമ്പുക. ഈ ചിലരോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അത് മൊത്തം അങ്ങ് വിളമ്പും. ചിലരായി വീട്ടിലെ കാര്യമെല്ലാം നന്നായിട്ട് വിളമ്പുന്നവരുണ്ട്, അവനവൻ്റെ വീട്ടിലെ കാര്യം. ചിലരാണ് ഇത് അറിയാൻ കിഴിഞ്ഞ് ചോദിക്കും. അവർക്ക് ചില ചൊറിച്ചിൽ കൂടുതലാണ്. എന്തിനാ ഈ മറ്റുള്ളവരുടെ കാര്യമെല്ലാം ചൊറിഞ്ഞ് ചകഞ്ഞ് അറിയുന്നത്? പ്രാർത്ഥനയ്ക്ക് വന്നാലും ഇരുന്ന്
മിണ്ടുന്നില്ലല്ലോ ആരും. മുഖത്തിനൊക്കെ ഒരു മറ്റൊരാളുടെ കാര്യം അറിയാൻ, മറ്റൊരു വീട്ടിലെ വിഷയം അറിയാൻ, മറ്റ് ജീവിതങ്ങളുടെ കാര്യം, അതൊന്നും ശരിയായ നടപടിയല്ല. നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയമുണ്ട് ഇല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെല്ലാം വിഷയമുണ്ട്? നിങ്ങൾ സത്യം പറ. നിങ്ങളുടെ വീട്ടിലെ ഒരു വിഷയവും ഇല്ലേ? പക്ഷേ മുഴുവൻ വിഷയമാണ്. പിന്നെ അതുള്ളത് കൊണ്ടാണ് ഞാൻ അത് മേടിച്ച ഇവിടെ വന്നെങ്കിലും അല്പസമയം സമാധാനം കിട്ടുമല്ലോ എന്ന് ഓർത്ത്. വീട്ടിൽ ഞാൻ ഇരുന്നാലും വിഷയമാണ്. എവിടാ വിഷയമില്ലാത്ത? അപ്പം നമ്മുടെ വീട്ടിൽ ധാരാളം പ്രശ്നങ്ങളാണ്. അതൊന്നും നമ്മൾ വിഷയമല്ല, അത് മൂടി വെച്ചാൽ അപ്പുറത്തെ വീട്ടിൽ വിഷയമാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഇന്നത്തെ ചർച്ചാ വിഷയം തങ്കച്ചാൻ്റെ വീട്ടിലെ വിഷയം, നാളെ സാവുച്ചാൻ്റെ വീട്ടിലെ വിഷയം. ഇല്ല, അവരുടെ വിഷയം അത് എടുക്കുകയല്ല. ഈ യോസേപ്പിൻ്റെ വീട്ടിൽ നിന്ന്, ആ യോസേപ്പിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന് ചേട്ടന്മാരും എല്ലാം കൂടെ ധാന്യം എല്ലാം കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ യോസേപ്പ് ഒരു ബാല്യക്കാരന്, യോസേപ്പതിനത്തിൽ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി പാനപാത്രമെല്ലാം വെച്ച് അവന്മാരറിഞ്ഞില്ല. യോസേപ്പ് ഒരു ബാല്യക്കാരനെ വാതൊക്കെ എന്ന് വെച്ച് എടേ അവന്മാരങ്ങോട്ട് പോയിട്ടുണ്ട്, പുറകെ ചെല്ലണം. പുറകെ നിന്ന് അല്ല ഒരുത്തൻ്റെ ചാക്കിനകത്ത് എൻ്റെ പാനപാത്രമുണ്ട്, അതിനെ പിടികൂടിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇവന്മാർ ചാക്കുമെല്ലാം മൂടിക്കെട്ടി മുറുക്കിക്കെട്ടി ധാന്യം കൊണ്ട് പോവുക. അങ്ങനെ അങ്ങോട്ട് പോയപ്പം പാട്ടുമൊക്കെ പാടിയാ പോകുന്ന, മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. എം എ ചെറിയാച്ചൻ അന്നില്ല, ആ പാട്ട് എഴുതിയിട്ടുമില്ല. ഞാൻ പിന്നെ സന്ദർഭം വന്നുകൊണ്ട് അങ്ങ് പാടിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ടുമൊക്കെ പാടിയമാര് ടാമറുമൊക്കെ അടിച്ചു പോവുക. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്. ഇങ്ങനെ പോയപ്പം ബാല്യക്കാരൻ വന്ന് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്നേമാർ തിരിഞ്ഞു നോക്കി. ബാല്യക്കാരൻ പറഞ്ഞേടേ, നിങ്ങൾ നല്ല ആൾക്കാരാന്ന് ഓർത്താ യജമാനൻ നിങ്ങളെ അവിടെ താമസിപ്പിക്കുക. ഞങ്ങളുടെ യജമാനൻ യോസേപ്പച്ചൻ നിങ്ങളെ നല്ല ആൾക്കാരാന്ന് ഓർത്താ തന്നെ നിങ്ങൾ വന്നപ്പോഴേ പെന്തിക്കോസുകാരാന്ന് പറഞ്ഞു. പുള്ളിക്ക് മിസ്രൈമിലാന്തിൽ പെന്തിക്കോസുകാരോടൊരു പറ പുള്ളിക്കൊരു താല്പര്യമുണ്ട്. എന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ. അതാ നിങ്ങളെ അവിടെ താമസിച്ചപ്പോൾ രാത്രി ചാപ്പാട് തന്നതും കിടക്കാൻ ഇടവൊക്കെ തന്നത്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാട്ടായം കാണിച്ചത് അതെന്തുവാ? ഇവിടെ നിങ്ങൾ പുള്ളിയുടെ പാനപാത്രം മോട്ടിച്ചോണ്ടി പോരുന്നത്. എന്നിട്ടാണ് ഈ മോക്ഷയാത്രയാണെന്ന് നീ പാടുന്നത്. മോക്ഷയാത്രയിൽ ഇങ്ങനെയാണോ? പാനപാത്രം മോട്ടിച്ചോണ്ടാണോ മോക്ഷയാത്ര? ഉടനെ യവന്മാർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഇന്ന് വരെ ആരുടെ ഒന്നും മോട്ടിച്ചില്ല, ഞങ്ങൾ പരമാർത്ഥികളാ. ഈ ബാല്യക്കാരൻ ഇങ്ങോട്ട് വന്നേച്ച് പറഞ്ഞു, എടേ ചാക്ക് താഴോട്ട് ഇറക്കാൻ പറഞ്ഞു. ചാക്ക് ഇങ്ങോട്ട് ഇറക്കും. ഉടനെ ഇവന്മാർ പറഞ്ഞു, ഇതിനകത്തൊന്നുമില്ല. ഇങ്ങോട്ട് ചാക്ക് താഴോട്ട് ഇറക്കേ. ഉടനെ ഇവന്മാർ പറഞ്ഞു, അയ്യോ ഇതിനകത്ത് ഒന്നുമില്ല, പാനപാത്രം ഒന്നും, ഇതിനകത്ത് ഗ്ലോറിയും പ്രൈസ് ലോഡും കാൽവറി രക്തം ചെയ്യൊക്കെ ഉള്ളെന്ന്. ഞങ്ങളുടെ ചാക്കിനകത്ത് ഗ്ലോറി, ജീസസ്, കാൽവറി, വിക്ടറി, പ്രൈസ് കാർഡ്, ജീസസ്, ഇതൊക്കെ ഞങ്ങളുടെ ചാക്കിനകത്ത്. ബാലിക്കാരെ പറഞ്ഞ് പ്രൈസ് ലോഡും ഗ്ലോറിയും ജീസസും ഒക്കെ ആനെ തിരിച്ചു വിടാം, പാനപാത്രം അങ്ങാനും കണ്ടാൽ ചാക്ക് താഴോട്ട് ഇറക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്താൽ ചാക്ക് താഴോട്ട് ചാക്കിറക്കുകയല്ല. പിന്നെ ബാല്യക്കാരൻ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ എഴുതിയേക്കുന്നത്, ജിനുവിന് സമയമായോ വാച്ച നോക്കുന്നു, കോള് വന്നതാ. അതാ ജിനു വേണം യോഗത്തിന്. പിന്നെ അപ്പൊ എന്ത് ചെയ്താൽ യവന്മാർ ചാക്കിറക്കത്തില്ല. ഒടുവിൽ നിർബന്ധിച്ച് അവിടെ പഠിക്കുന്നത് അവര് ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കിയെന്നാ. എന്ത് ഈ 11-ാം വാക്യമല്ലേ വായിച്ചേ? 11 ഒന്നുകൂടെ വായിച്ചേ, മൈക്കിൽ കൂടെ വായിച്ചേ, മൈക്കിൽ കൂടെ വായിക്കും. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിർത്തിക്കേ. ബന്ധപ്പെട്ട് ചാക്ക് നിലത്ത്. ഈ ചാക്ക് തലേ കയറ്റാനാ ബത്തപ്പാട്, ഇറക്കാൻ ഒരു ബത്തപ്പാടും തലേന്ന് യാഗ് അല്ലെ വണ്ടിയിൽ നിന്ന് അല്ലെ കഴുതപ്പുറത്ത് യാഗ് ഇറക്കാൻ പെട്ടെന്ന് ഇറക്കരുത്. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി. അടുത്ത പദം, ഓരോരുത്തൻ താന്താന്റെ ചാക്ക് അഴിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ആയിരിക്കണം. ഓരോരുത്തൻ താന്താന്റെ ചാക്ക് അഴിച്ചു. എല്ലാവരും രാവിലെ 10:30 ചാക്കുമായിട്ട് വന്നിരിക്കുക, ഞാൻ സഹിതം. പക്ഷെ നമ്മൾ ചാക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചാക്ക് അഴിപ്പിക്കുകയല്ല, അപ്പുറം ഇരിക്കുന്നവൻ്റെ ചാക്ക് അഴിക്കട്ടെ എന്ന് പറഞ്ഞ് തുള്ളി അങ്ങോട്ട് ചെല്ലുക. അഴിക്കട്ടെ.
ഇന്ന് പകൽ അഴിയട്ടെ. അവൻ്റെ അടിക്കാതെ നിന്റെ ചാക്കടിക്ക്. നമ്മുടെ എല്ലാ സ്വഭാവം, മനുഷ്യ പ്രകൃതി അടുത്തിരിക്കുന്നവൻ്റെ ചാക്കടിച്ച് അതിനകത്ത് എന്തെല്ലാം കിശിമത്തുണ്ടെന്ന് കണ്ടുപിടിക്കാണ്ടിരിക്കുക. പൊട്ടിയ പാട്ട 5, തുരുമ്പ് പിടിച്ച താകിട് 3, പിടിയില്ലാത്ത കപ്പും തോത്തറും 4, വാ പോയ ഒരു കോടാലി 2, മൂർച്ചയില്ലാത്ത ഇരുമ്പ്. അവൻ്റെ ചാക്കിനകത്ത് ലിസ്റ്റ് എടുക്കാനാണ് നമ്മൾ ഈ വന്ന് ഇരിക്കുന്നത്. നമ്മുടെ ചാക്ക് അടിക്കത്തുമില്ല, തൊടിയിക്കുമില്ല. ഈ ഉപവാസ പ്രാർത്ഥനയിൽ അവനവൻ്റെ ചാക്കടിക്കണം. അടുത്തിരിക്കുന്നതിൻ്റെ ചാക്കടിച്ചാൽ അതിനകത്ത് എന്തെല്ലാം ആക്രി ഉണ്ടെന്ന് കണ്ട് അത് ഫേസ്ബുക്കിലിട്ട് നാട്ടിൽ കൊടുക്കാനല്ല, നിന്റെ ചാക്കിനകത്ത് അടിക്കണം. എന്നാ താല്പര്യമുണ്ടോ? മിണ്ടത്തില്ല. ചിലക്ക് വലിയവരുടെയും ചാക്കടിക്കാൻ എന്തോ ഒരു ഉത്സാഹമാണ്. ആശീർവാദം പറഞ്ഞ ഉടനെ കുത്തിയിരുന്ന ചാക്കിനകത്ത് ഒത്തിരി ഉണ്ട് കേട്ടോ. മാമ കണ്ടോ? പിന്നെ എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ ചാക്കിനകത്ത് മുഴുവൻ ആക്രിയ. സ്തോത്രം. അവനവൻ്റെ ജീവിതത്തെ ഒന്ന് കാണണം, പരിശോധിക്കണം. അടുത്തിരിക്കുന്ന കൂടെ ഇരിക്കുന്ന മറ്റുള്ളവൻ്റെ ചാക്കിനകത്ത് കണ്ടുപിടിക്കുകയല്ല, അവനവൻ്റെ ചാക്ക്. അവർ ബന്ധപ്പെട്ട് ചാക്ക് നിലത്തിറക്കി ഓരോരുത്തൻ താന്താന്റെ ചാക്കടിച്ചു. അടുത്ത പദമുണ്ട്, മൂത്തവന്റെ ചാക്ക് തുടങ്ങി ഇളയവന്റേത് വരെ ശോധന കഴിച്ചു. അങ്ങനെ വേണം. മൂത്തവന്റെ ചാക്ക് മുതല്. സ്തോത്രം എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞു, ഈ പുൽപ്പുറ്റിലിരിക്കുന്ന ഞങ്ങളുടെ ചാക്ക് മുതല്. സ്തോത്രം. ആദ്യമായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അവൻ്റെ ചാക്ക് വരെ നല്ലതുപോലെ ശോധന ചെയ്യണം. മെയിൻ പാസ്റ്ററുടെ ചാക്ക് മുതൽ അടുത്ത കാലത്ത് രക്ഷിക്കപ്പെട്ടു വന്നവരുടെ ചാക്ക് വരെ മുഴുവൻ അടിക്കണം, അടിച്ച് ശോധന ചെയ്യണം. നമ്മുടെ യാത്രയ്ക്ക് തടസ്സമായിട്ട് എന്തെങ്കിലും ഈ ചാക്കിനകത്തുണ്ടോ? കനാനിലേക്ക് ഇവർ പോകുമല്ലേ, മിസ്രൈമിന്റെ ധാന്യം കൊണ്ട് കനാനിലേക്ക് പോകുക. ആ കനാനിലേക്കുള്ള യാത്രയിൽ ഈ യാത്രയ്ക്ക് തടസ്സമായിട്ട് ചാക്കിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് അടിച്ച് കണ്ടുപിടിച്ച് എടുത്ത് മാറ്റി വേണം യാത്ര മുമ്പോട്ട് പോകാൻ. സ്തോത്രം. എന്നിട്ട് നമുക്ക് അന്നമ്മ പാടിയ പാട്ട് പാടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. യാത്ര ചെയ്യൂ ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും, രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും, രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ. ഓ ലോകത്തിൻ ബാലത കോമളത്വം വസ്തുവകകൾ പൊന്നാണയങ്ങൾ. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ള യെരൂശലേം നിത്യാഗൃഹം. സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ള യെരൂശലേം നിത്യാഗൃഹം. ഓ യാത്ര ചെയ്യൂ ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും യേശുവിനായി ജീവൻ വച്ചിടും, രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. അപ്പൊ നമ്മളെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം, ശോധന ചെയ്യണം. ഈ യാത്രയ്ക്ക് തടസ്സമായി ജീവിതത്തിൽ എന്തെങ്കിലും പാകപ്പെടൽ, ചിന്ത, നിരൂപണം, നോട്ടം, സംസാരം, പ്രവൃത്തി, കൊടുക്കവാങ്ങല്, ഇടപാട്, സമീപനം, സഹകരണം, ചെയ്വനകളിൽ വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞ് യാത്ര മുമ്പോട്ട് പോകണം. അതിനായി ഉപവാസ പ്രാർത്ഥന. അല്ലാതെ നാടൻ ഭാഷ പറഞ്ഞ മറ്റവൻ്റെ തല പോകാനല്ല. ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് കർത്താവിൻ്റെ വരവിന് ഒരുങ്ങാനാ.
സ്തോത്രം, സ്തോത്രം. അപ്പൊ ഈ ബർസിലായി യെരൂശലേമിലെ സുഖജീവിതത്തിന് വിളിച്ചിരിക്കുക. എന്നിട്ട് ഇയാൾ പറയുക, ഓ ഞാനെന്തിനാ വരുന്നത്? ഞാൻ അത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ നിങ്ങളുടെ കൂടെ ഒരു യോഗത്തിനൊക്കെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആയാലും വന്നു, പുറകിലൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. വെട്ടത്ത് വന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളുടെ പാട്ടും പ്രാർത്ഥനയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ ആ തമ്പര ഷൂപ്പാസ്റ്റർ മോനെ തമ്പരടിക്കും നല്ല നല്ല രസമാണ്. അതൊക്കെ എനിക്കിഷ്ടമാണ്. സ്തോത്രം. ജെയ്സൺ ഹാർമോണിയം വായിക്കുന്നത് ഞങ്ങളെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ നല്ലതാണ്. ഞങ്ങൾ ഇത്രയൊക്കെ എന്തിനാണ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നത്? ഞങ്ങളെന്തിനാണ് യെരൂശലേമിൽ വരുന്നത്? സ്തോത്രം. തന്നെയല്ല, ഇനി ഞാൻ എത്ര നാള് ഇയോടി ഇതുവെല്ലാം ചോദിച്ചോ? പുസ്തകം പഠിപ്പിക്കുന്ന ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുവന്ന. എന്നാലും നീ പറയാ ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന്. സ്തോത്രം. അങ്ങനെ പുസ്തകം പഠിപ്പിക്കുന്നത് ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുവന്ന. എന്നാലും ചാകുമെന്നും പറഞ്ഞിരിക്കരുത്. ഓ ഇനി എന്നാ ഭാഷ ഇങ്ങനെ ഉന്തിയും തള്ളിയും ജീവിതം കഴിച്ചു പോകണം. വല്ലവിധേന്. അതിനെ വല്ലവിധേന് ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറയുന്നത് വല്ലച്ചാതി അങ്ങ് പോയാൽ മതി എന്ന്. അതിനാ ജാതി അത് എനിക്കറിയത്തില്ല. വല്ലച്ചാതി. സ്തോത്രം, സ്തോത്രം. അയ്യോ, കൊല്ലാനല്ല ദൈവം നിന്നെ കൊണ്ടുവന്നത്. നിനക്ക് സമൃദ്ധിയായ ജീവൻ തരുന്നവനാ. പുള്ളി പറയാ ഞാനിനി അധികം നാളൊന്നും തന്നെയല്ല. എനിക്ക് ഇപ്പൊ 80 വയസ്സ് ആയിരിക്കുന്നു. കണ്ടാൽ പറയത്തില്ല ഞാൻ ഇങ്ങനെ കറുപ്പിച്ച കിടക്കുന്നുണ്ട്, കുട്ടിയൊക്കെ അടിക്കുന്നുണ്ട് തോന്നുന്ന. പക്ഷെ എനിക്ക് 80 ആയി. കൊച്ചു കളിച്ചാണ് നടക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഭക്ഷണ പാനങ്ങളുടെ സ്വാദ് അങ്ങനെ അടിയൻ അറിയാമോ? നന്നായിട്ട് വായിക്കുന്നത്. നല്ലതുമാകാത്തതും എനിക്ക് തിരിച്ചറിയാം. ഇപ്പൊ ഈ വകതിരിവില്ല. നല്ലത് ഏതാ തീയതാരാ എനിക്കിപ്പം തിരിച്ചറിയുന്നില്ല. എനിക്കിപ്പോൾ ശരിയാരാ തെറ്റാരാന്ന് അറിയത്തില്ല. എന്നാന്നോ പണ്ട് ഞങ്ങൾക്ക് ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളി പറയായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പറ്റിയപ്പോൾ എനിക്കിപ്പം വല്ലാത്ത അസുഖങ്ങളാണ്. എന്തുവാ, എനിക്ക് കണ്ണടച്ചാൽ പിന്നെ ഒന്നും കാണാൻ മേല. പുള്ളിയുടെ അസുഖമാണ്. കണ്ണടച്ചാൽ അതിനെന്നാ പ്രാർത്ഥിക്കാൻ? പിന്നെ എന്നാ അച്ഛൻ അസുഖം? പിന്നെ എനിക്കുള്ളൊരു അസുഖം അടുത്ത കാലത്താണ് കൂടുതലായിട്ട്. എനിക്ക് വയറ് നിറച്ച് കഴിച്ചാൽ ഉടനെ വിശക്കുകയില്ല. പുള്ളിയുടെ അസുഖങ്ങളാണ്. അതിന് പ്രാർത്ഥിക്കാൻ. പിന്നെന്തുവാ അച്ഛൻ അസുഖം? എനിക്ക് ഇരുന്നേച്ച് ഉടനെ എഴുന്നേക്കാൻ തോന്നുകയില്ല. പുള്ളിക്കാരെ അസുഖങ്ങളാണ്. പിന്നെന്തുണ്ട് അച്ഛൻ അസുഖം? എനിക്ക് ഒത്തിരി ഉണ്ട് പാസ്റ്റർ അസുഖം. എന്നതാ? എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും കേൾക്കാൻ മേല. പുള്ളിയുടെ അസുഖങ്ങളാണ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ പുള്ളി പറയാ എനിക്കിപ്പോൾ എനിക്കിപ്പോൾ നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയത്തില്ല. ഞാൻ യോഗത്തിന് വരുന്നെങ്കിലും എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. നല്ലതും പാസ് എന്നെ ഉന്നം നോക്കിയാ പ്രസംഗിക്കുന്ന എനിക്ക് അങ്ങ് തോന്നുന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അല്ല തങ്കമ്മയ്ക്കിട്ടാന്ന്. എനിക്കിപ്പോൾ നല്ലതും ആകാത്തതും ഒന്നും തിരിച്ചറിയാമല്ല. പിന്നെ ഭക്ഷണപാനങ്ങളുടെ സ്വാദ് എനിക്ക് ഇപ്പോൾ ടേസ്റ്റ് ഇല്ല. ഏത് പാട്ട് പാടിയാലും എനിക്ക് ടേസ്റ്റ് ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ ചുമ്മാ കൈ അടിക്കുന്നതിനുള്ള ടേസ്റ്റ് ഒന്നുമില്ല. പിന്നെ വന്നിരിക്കുന്നേ രുചിയൊന്നുമില്ല, ടേസ്റ്റ് ഇല്ല. സംഗീതക്കാരുടെയും സംഗീതക്കാർത്തികളുടെയും സ്വരം എനിക്ക് ഇപ്പൊ അതും രസിക്കാനൊക്കുന്നില്ല, ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഈ ആരാധന, ഈ കൂട്ടായ്മ, ഈ പ്രാർത്ഥന വേണ്ട വിധത്തിൽ എനിക്ക് അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. 80-കാരൻ എന്നാ ചെയ്യാന്? 80-കാരൻ അതവിടെ നിൽക്കട്ടെ. 80-കാരൻ ഈ പണ്ടപ്പരപ്പെല്ലാം കൂടെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം 85-കാരൻ പണ്ട് പറഞ്ഞ എന്നാ? 80-കാരൻ പറയാ അയ്യോ എനിക്ക് വയ്യ, ഓ ഞാൻ വരുന്നില്ല, ഞാൻ ചാകും, ഞാൻ അധികം നാളൊന്നും ഇരിക്കുകയല്ല, എനിക്ക് രസിക്കാനൊക്കെ ഒന്നുമില്ലോ, എനിക്ക് സ്വാദില്ല എന്നൊക്കെ പറഞ്ഞ് ഉഴപ്പിയപ്പോൾ 85-കാരൻ പറഞ്ഞ എന്നതാ? വായിച്ച 85-കാരൻ എന്നാ പറഞ്ഞത്? യോശുവായുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ച് 85-കാരൻ പറഞ്ഞ എന്നാണ്? വായിര് 14:10 മൈക്കിൽ കൂടെ വായിക്കേ. ഓ മോശെ
ഒന്നുകൂടെ വായിച്ച 10-ാം വാക്യം. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ ജീവനോടെ താൻ അരുളി ചെയ്തിരുന്ന പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. അടുത്തത്, ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. എനിക്കിപ്പോ 85 വയസ്സുണ്ട്. മോശ എന്നെ അയച്ച നാളിലത്തെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. അല്ല, പുള്ളി വണ്ടപ്പരപ്പ് പറയല്ലേ, ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്, മോശ എന്നെ അയച്ച നാളിലത്തെ ആരോഗ്യം എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന്. എന്താ പറയുക, 80-കാരൻ പറയോ ഞാനിനി അധികം നാൾ കാണുകയല്ല കുഞ്ഞാച്ച. 80-കാരൻ പണ്ടപ്പരപ്പെല്ലാം കൂടെ പറഞ്ഞപ്പം 85-കാരൻ പറയുകയാണ് ഞാൻ 40 വയസ്സിലായ വേലയ്ക്ക് ഇറങ്ങി. സ്തോത്രം. 45 കൊല്ലം ഞാൻ വേല ചെയ്തു. അങ്ങനെ 40-45 ഇപ്പം 85 കൊല്ലമായി. അന്നത്തെ ആരോഗ്യം എനിക്ക് പിന്നെ വായിര് പടവെട്ടാനും പടയ്ക്ക് പോകാനും പട കഴിഞ്ഞ് തിരിച്ചു വരാനും എന്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഉണ്ടെന്ന്. യഹോവ എന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അന്നും എനിക്ക് ഇനി അനാക്യനുണ്ട്, അമാലിക്കനുണ്ട്, അമ്മോന്യനുണ്ട്, മോവാബിനുണ്ട്, ഗിർഗേശനുണ്ട്, ഹിർബിയുണ്ട്, അർജനുണ്ട്, ഹമാരിയുണ്ട്, ഹമാത്തിയുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയമല്ല. അനാക്യനുള്ളത് എനിക്ക് വിഷയമല്ല. അമാലിക്കനുള്ളത് എനിക്ക് വിഷയമല്ല. ഈ കപ്രോമല എനിക്കിതാ, ഞാൻ വെട്ടിപ്പിടിക്കും. ഇത് ആത്മീയ ആരോഗ്യമാണ്. ചുമ്മാ ചതഞ്ഞെന്ന് പറഞ്ഞ് അണുക്കാപ്പിണുക്കാന്ന് പറഞ്ഞ് കിടന്ന് അങ്ങനെ ആത്മീയം ഉണ്ടാകാനാ? അങ്ങോട്ടിട്ടാ ഇങ്ങോട്ടിട്ടാ പിണ്ടി എടുത്ത് വെള്ളത്തിലിടും പോലെ. പിണ്ടി എടുത്ത് വെള്ളത്തിലിട്ട് കണ്ടിട്ടുണ്ട്. പിണ്ടി വെട്ടിയച്ച് വെള്ളത്തിൽ പൊത്തോന്ന് അങ്ങ് വീടുകയുള്ളൂ. ഒഴുക്ക് അങ്ങോട്ടാന്ന് ചോദിച്ചാൽ അതാണോ ആത്മീയം? പടിഞ്ഞാട്ട് ഒഴുകാന്നേ പിണ്ടി പടിഞ്ഞാട്ട്. അന്നേരം പടിഞ്ഞാട്ട് നിന്ന് നേരെ ഒഴുക്കൂട് കിഴക്കോട്ട്. എന്നാൽ കിഴക്കോട്ട്. ചുരുക്കി പറഞ്ഞാൽ ഇതിന് യാതൊരു ലക്ഷ്യവും. കുറേ നാൾ കഴിഞ്ഞാൽ നീ ചെയ്യും. 80-കാരൻ പണ്ടപ്പരപ്പ് പറയുക, ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നത്? ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്കിപ്പോൾ 80 ഉണ്ട്. നല്ലതും ആകാത്തതും തിരിച്ചറിയുന്നില്ല, സ്വാദില്ല, സ്വരം കേട്ട് രസിക്കാൻ പറ്റുന്നില്ല. ഞാൻ രാജാവിന് ഭാരമാകും. ഇത് വല്ലതും പറയേണ്ട വല്ല കാര്യമുണ്ടോ? അന്നേരം ഇവിടുത്തെ 85-കാരൻ എൻ്റെ ഭാഷമല്ല പയർ പോലെന്ന് പറയാ. മോശ എന്നെ അയച്ച നാളത്തെ ആരോഗ്യം എനിക്ക് 6-ാം വാക്യം മുതൽ വായിച്ചേ 14:6. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. ഗിൽഗാലിൽ യഹൂദ മക്കൾ വന്നു. അടുത്തത് യെഫുന്നെയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, കാലേബ് യോശുവയോട് പറയുകയാ, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നേയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. നിനക്കറിയാമല്ലോ, നമ്മൾ രണ്ടുകൂടെ ഒന്ന് ചെല്ലിയോ പോക്കും വ്യാപാരിയൊക്കെ ചെയ്ത് നിനക്കെല്ലാം അറിയാം. എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ചെന്നുള്ള അടുത്ത വാക്യം. യഹോവയുടെ ദാസനായ മോശ കാദേശ് ബർന്നേയിൽ നിന്ന് ദേശത്തെ ഒറ്റുനോക്കുവാൻ എന്നെ അയച്ചപ്പോൾ എനിക്ക് 40 വയസ്സായിരുന്നു. എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഏതാ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോ എനിക്ക് 40 വയസ്സുണ്ട്. അടുത്തത്, ഞാൻ വന്ന് എന്റെ മനോബോധപ്രകാരം അവനോട് മറുപടിയും പറഞ്ഞു. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി. കൂടെയുള്ളവരൊക്കെ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി. ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. അല്ല, ഞാൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. നീ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്ത് പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വചനങ്ങളൊക്കെ അരുളി ചെയ്തതുപോലെ 45 സംവത്സരം എന്നെ ഇതാ ജീവനോടെ താൻ അരുളി ചെയ്തതുപോലെ ജീവനോടെ 40 ഞാൻ വേലക്കിറങ്ങി. 45 കൊല്ലം വേല ചെയ്തു. 40, 45, 85 കൊല്ലം. ഇപ്പോൾ എനിക്ക് 85 വയസ്സുണ്ട്. അടുത്തത്, മോശ എന്നെ അയച്ച നാളത്തെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യം വിശ്വാസത്തിന്റെ ആരോഗ്യമാണ്. ശരീരത്തിൽ ചില ക്ഷീണം കാണും, പക്ഷേ പുതിയ നിയമം പഠിക്കുമ്പോൾ വിശ്വാസത്തിൽ ആരോഗ്യം. വായിച്ച തീത്തോസ് 2:1. തീത്തോസ് 2:1 വേഗത്തിൽ. ആരോഗ്യം എന്തുവാന്ന്? നീയോ പത്യോപദേശത്തിന് ചേരുന്നത് നിർമ്മലവും ഗൗരവവും സുബോധമുള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. അതാ ആരോഗ്യം. എന്തിലൊക്കെ ആരോഗ്യം? വിശ്വാസത്തിൽ ആരോഗ്യം വേണം, സ്നേഹത്തിൽ ആരോഗ്യം വേണം, സഹിഷ്ണുതയിൽ ആരോഗ്യം വേണം. അതാ ആരോഗ്യം. വിശ്വാസത്തിൽ ആരോഗ്യം വേണം. എൻ്റെ ദൈവം എന്നെ വിടുവിക്കും, എൻ്റെ ദൈവം എന്നെ സൗഖ്യമാക്കും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും, ഈ പ്രശ്നങ്ങൾക്ക് എൻ്റെ ദൈവം പരിഹാരം നൽകും, ഞാൻ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല, എന്നെ മാനിക്കും, എൻ്റെ ദൈവം എന്നെ ഉയർത്തും. വിശ്വസിക്കുക. ആമേൻ.
യാതൊരു വിശ്വാസവും ചിലർക്കില്ല. വെറുതെ ഇങ്ങനെ സിയോൻ കിതാബിലിയായിട്ട് നടക്കുന്നതല്ലാതെ യോടി. ഞാനൊരു കാര്യം നിങ്ങളോട്, ചുമ്മാ വണ്ടിക്കൂലി കളഞ്ഞ് മെനക്കെടരുത്. സ്തോത്രം. വിശ്വാസത്തിൽ ആരോഗ്യം വേണ്ടേ? സ്തോത്രം. അല്ലെ, ആരോഗ്യം വേണം വിശ്വാസത്തിൽ. ദൈവം എന്നെ സഹായിക്കും. ഇനി ആരിൽ അവിശ്വാസം കൊണ്ട് വന്നാൽ അന്നേരം നിർത്തിക്കണം, ഉണ്ടായിരിക്കണമെന്ന് പറയണം. മേലിങ്ങനെ അവിശ്വാസമായിട്ട് ഇങ്ങോട്ട് അവിശ്വാസമായിട്ട് നേരെ ഇറക്കം ഇറങ്ങി സിഗ്നൽ അവിടെ ചെന്ന് വലത്തോട്ട് കയറി നേരെ കളിക്കിൻ്റെ അവിടെ പോയിരുന്നോണം. സ്തോത്രം. വിശ്വസിക്കണ്ടേ? വിശ്വാസം എന്നതും ആശിക്കുന്നതിനോടൊപ്പം കാണാത്ത കാര്യയുടെ പിന്നെ നല്ല നിശ്ചയം വേണം. സ്തോത്രം. അന്നത്തെ ആരോഗ്യം ഇന്നും ഉണ്ടെന്ന്. എൻ്റെ പാസ്റ്റർ ആരംഭത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു. അയ്യോ ഇപ്പം എന്നാ വരും? ഇപ്പം പല കാര്യങ്ങളല്ലേ, ജീവിതവും പ്രാരാബ്ദവും ബത്തപ്പാടും. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഞങ്ങളങ്ങ് നമ്മുടെ സെമിത്തേരി എല്ലാം ഓക്കെ ആന്നേ. നമ്മുടെ സർട്ടിഫിക്കറ്റെല്ലാം ഉണ്ടേ, കല്യാണം വല്ലതും നടക്കുകയാണല്ലോ, എൻഗേജ്മെൻറ്റിൻ്റെയോ എല്ലാം ഉണ്ടേ, അതൊക്കെ ഉണ്ട്. അല്ല അതുകൊണ്ടാണ്. അതുപോലെ കാര്യം ഉണ്ടായി, നിങ്ങൾ ഷൂപ്പാസ്റ്റർ നിങ്ങൾ രണ്ടും കാണണേ. ഇതാണ് വിശ്വാസം. എടാ, നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, ജീവൻ തരാൻ കൊണ്ടുവന്നതാണ്. മുടിക്കാൻ കൊണ്ടുവന്നതല്ല, നിന്റെ മുടിവെല്ലാം മാറ്റാൻ കൊണ്ടുവന്നതാ. നശിപ്പിക്കാനല്ല വിളിച്ചിറക്കിയത്, ദൈവം നിന്നെ ആദരിക്കാൻ കൊണ്ടുവന്നതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരാഴ്ച തയ്ക്കുകയല്ലെന്ന് പറഞ്ഞായിരിക്കുന്നത്. പക്ഷേ മിക്കവാറും ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുന്നേ അല്ല ചാടി ചാടാൻ നിൽക്കണ്ടേ? അതിന് ഉപവസിക്കുന്നുണ്ടാണോ? ഒരു മടുപ്പന്നെ. അല്ലെ, ആരോഗ്യത്തോടെ നിൽക്കണ്ടേ? യോഗമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോകാൻ പടക്കുതിര പോകും പോലെ പോകണം. അല്ല തൂങ്ങി ആടി എവിടെ ഉപവാസ പ്രാർത്ഥന എവിടാ? എന്നും ഉണ്ടോ? വൈകിട്ടുണ്ടോ? വൈകിട്ടും ഉണ്ട്. പോകുന്നുണ്ടോ? പോണമെന്ന് ചിന്തിക്കുന്നു. ചെന്നില്ല അയാൾ വല്ലതും പറയും. അയാൾക്ക് അന്നേലും ഒന്നുള്ള ആളിന് വായി വരുന്നത് തന്നെ വീട്ടിലാണെങ്കിലും വെറുതെ ഇരിക്കും. ഇപ്പം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ടി വിയും കാണാനൊക്കെ. മൊബൈൽ നാളെ താഴെ പോയി കേടായി. വിശ്വാസത്തിൽ ആരോഗ്യം വേണ്ടേ? വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായി. അതാ ആരോഗ്യം. സ്തോത്രം. ആ സഹോദരി യേശുവിന്റെ പുറകെ വരിക. അവിടെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായി. അല്ല, കനാന്യ സ്ത്രീ അവളെ പുറകെ വന്നിട്ട്, യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണം, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായി. യേശു ഗൗനിച്ചില്ല, നോക്കി പോലുമില്ല. അവളിങ്ങനെ പുറകെ വരിക, യേശു അനങ്ങിയില്ല. അപ്പൊ പിന്നെ ഇവള് പുറകെ നിലവിളിച്ചിങ്ങനെ വരുക യേശുവിൻ്റെ പുറകെ. അന്നേരം ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു ഇല്ല, അവളും പിടിവിടുന്നില്ല, അവള് പുറകെ വരിക എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു അവളോട് മിണ്ടിയില്ല, ശിഷ്യന്മാരോട് പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയല്ലേ. അന്നേരം അവൾ പുറകെ വരിക. നാടൻ ഭാഷയിൽ എൻ്റെ എളിയ ചിന്തയിൽ അവളെ നായെന്നങ്ങ് സംബോധന ചെയ്യുക. കാരണം നായ്ക്കുട്ടികൾ നമ്മുടെ ഉദ്ദേശിക്കുന്നത് യഹൂദൻ മക്കൾ, ബാക്കിയുള്ളതെല്ലാം ജാതികൾ. അതുകൊണ്ട് ആ പ്രയോഗം വന്നത്. മക്കളുടെ അപ്പം യഹൂദനാണല്ലോ ഇത്. അതെടുത്ത് നായ്ക്കുട്ടികൾക്ക്. അവൾ എന്നിട്ടും പുറകോട്ട് പോകുന്നില്ല. അവൾ പിന്നെയും പിടിച്ച പിടി പുറകെ വരിക. അവൾ നേരം കയറിയൊരു കാര്യം പറഞ്ഞു, ഉടയവരുടെ മേശയെന്ന് വീടുന്ന നുറുക്കൊണ്ട്. സ്തോത്രം, സ്തോത്രം. അന്നേരം യേശു അവളെ ഒന്ന് നോക്കി. എന്തുവാ പറഞ്ഞേ? എന്തുവാ പറഞ്ഞത്?
ഏനാന്നോ എല്ലാവരുടെ ഒന്ന് പുറകുറക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ പാഠം നമ്മൾ പഠിച്ചു വരുമ്പം ഇവൾക്ക് നല്ല വിശ്വാസമാണ്. നല്ല വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടായിരുന്നു. പുറജാതി സ്ത്രീ ആണെങ്കിലും വിശ്വാസത്തിൽ ആരോഗ്യം. നമ്മൾ അകജാതി ആണെങ്കിലും യാതൊരു വിശ്വാസവും. നമുക്കൊരു കൺവെൻഷൻ നടത്താം. ഇപ്പോൾ നടത്തുന്ന ആൾക്കാരൊന്നും വരുമെന്ന് തോന്നുന്നില്ല പാസ്റ്ററെ. നമുക്കൊരു ഉപവാസ പ്രാർത്ഥന വെക്കാം. ഈ ചൂടും പിടിച്ച് ആര് വരാനാ? തമ്പേർ അടിച്ചാ പൊട്ടിക്കുന്നത്. 3 പ്രാവശ്യം ഇപ്പോൾ തോല് മാറി. നമുക്കൊരു പരസ്യവും നടത്താം. ആരും ശ്രദ്ധിക്കത്തൊന്നുമില്ല. നമ്മൾ പിന്നെ വെറുതെ തന്നെ ഇല്ല. മഴക്കാറും ഉണ്ട് പാസ്റ്ററെ. അച്ഛാ, നിങ്ങളുടെ വീടുകളിലൊക്കെ നമുക്കൊന്ന് കയറാം. നിങ്ങളുടെ ബന്ധുക്കാരൊക്കെ അടുത്ത് അവിടെ നമുക്ക് അവരാരും വരത്തില്ല. അവർക്കാർക്കും നമ്മളോട് ഇവിടെ മൈക്ക് വോളിയം കൂട്ടി വെച്ച് അലറുക. യാതൊരു വിശ്വാസം. ഈ സ്ത്രീക്ക് നല്ല വിശ്വാസമാണ്. പുറജാതി സ്ത്രീ ആണെങ്കിലും വിശ്വാസമാണ്. എൻ്റെ ഒരു ചിന്ത പറയുക, യേശുവിൻ്റെ പുറകെ ഇവള് വന്നിട്ട് യേശു ഇവളോട് മിണ്ടുന്നില്ല. അവൾ നിലവിളിക്കുക, എൻ്റെ മകൾക്ക് ഭൂതത്തിരുമ കഠിനമാണ്. യേശു മിണ്ടുന്നില്ല. അപ്പം എൻ്റെ ഒരു ചെറിയ ചിന്തയാണ്, ഇവള് ചിന്തിച്ച് കാണും, ഇവൻ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ ഇവൻ മിണ്ടുന്നത് വരെ ഞാൻ ഇവൻ്റെ പുറകെ പോകും. സ്തോത്രം. മിണ്ടുന്നില്ലെങ്കിൽ ഇവനെ മിണ്ടുപോയില്ലോ എന്ന് എനിക്കൊന്ന് അറിയണം. എന്തും വരട്ടെ, അവളെ നല്ല ധൈര്യത്തോടെ പുറകെ നടന്നു. അന്നേരം ഇടയ്ക്ക് കർത്താവ് ഒരു ഡയലോഗും പറഞ്ഞു നായ്ക്കുട്ടികൾക്ക്. അവക്കതൊന്നും ആക്ഷേപിക്കുന്ന രീതിയിലാണെങ്കിലും അവക്കതൊന്നും അവൾ ചിന്തിച്ച് മിണ്ടാതെ ഞാൻ പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല. വിശ്വാസത്തിൽ ആരോഗ്യം. ദാസന്മാരുടെ കണ്ണ് യജമാനൻ്റെ കയ്യിലേക്കും ദാസികളുടെ കണ്ണ് യജമാനത്തെ കയ്യിലേക്കും എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമാകുന്ന കർത്താവിലേക്ക് അവൻ ഞങ്ങളുടെ കൃപ ചെയ്യുവോളം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നിൽക്കണം. അപ്പോൾ ഈ ആരോഗ്യം വിശ്വാസത്തിൻ്റെ ആരോഗ്യമാണ്. എല്ലാ ഭാഗവും ഞാൻ എടുക്കുന്നില്ല. അല്ലെ, ആരോഗ്യം ഉണ്ടായിരിക്കണം. ദൈവത്തിൻ്റെ മഹത്വം. അവിശ്വാസത്തിൻ്റെ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരരുത്. അവിശ്വാസത്തിൻ്റെ ദുഷ്ടഹൃദയത്തെ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കള് വിശ്വാസത്തിൻ്റെ വാക്ക് പറയണം. തമ്മിൽ കൂടുമ്പം തമ്മിൽ കൂടുമ്പോൾ പരാജയവും പണ്ടപ്പരപ്പും തകർച്ചയും. അറിഞ്ഞോ, വണ്ടി ഇടിച്ച് 8 പേര് കാത്തു. ജനിമിക്കപ്പോഴും അങ്ങനത്തെ കേസാണ് പറയുന്നത്. സ്തോത്രം. കേൾക്കുന്നവർക്കൂടെ ഉള്ളതായി പറയുന്നുണ്ട്. പക്ഷേ ഇത്ര കേസേ. സ്തോത്രം. അതേസമയം ഇങ്ങനെ പറഞ്ഞ്, അയ്യോ മെഡിക്കൽ കോളേജിൽ നിന്ന് തല്ലിയ കേസാ, പ്രാർത്ഥിച്ചു രക്ഷപ്പെട്ടു. ഇല്ല, പുള്ളിക്ക് ക്യാൻസർ ആയിരുന്നു, യേശു സൗഖ്യമാക്കി. അത് പറ. സ്തോത്രം. സ്തോത്രം. പുള്ളിക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു, ദൈവമക്കൾ പ്രാർത്ഥിച്ചു, യേശു സൗഖ്യമാക്കി. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഒരു ഗതിയില്ലാതെ കിടന്നതാ, അവരുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. സ്തോത്രം. ഒരു സൈക്കിൾ പോലും ഇല്ലായിരുന്നു, ദൈവം അവർക്കൊരു വണ്ടി കൊടുത്തു. വിശ്വാസത്തിന്റെ വാക്ക് പറ. അയ്യോ വാടകയ്ക്കാ കിടന്നത്, വാടക കൊടുക്കാൻ പോലും നിർവാഹം ഇല്ലായിരുന്നു. പക്ഷേ ദൈവം ആ കുഞ്ഞുങ്ങളെ മാനിച്ചു, ദൈവം അവരെ ഉയർത്തി. വിശ്വാസത്തിന്റെ വാക്ക് പറ. ഇത് നമ്മൾ കൂടുമ്പോൾ ഞാൻ സഹിതമാണ്. കൂടുമ്പോൾ എല്ലാം തകർന്നു പോയവരുടെ കാര്യമാണ്. മറ്റേ പുള്ളി വീണു ആണോ, പിന്നെ അടുത്ത പുള്ളി മിക്കവരും വീഴാൻ സാധ്യത. പിന്നെ അടുത്ത പുള്ളി എല്ലാവരും ഇതൊക്കെ തന്നെ. പിന്നെ വേറൊരു പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞ് ഇതെല്ലാം പൂട്ടിക്കെട്ട് വന്നാ എങ്ങനെ രക്ഷപ്പെടും? വിശ്വാസത്തിൻ്റെ വാക്ക് പറ. തമ്മിൽ കൂടുമ്പോഴേ ഒരാൾ സുഖമില്ലാതെ വരുന്നു, പാരപ്പെട്ട യേശു സൗഖ്യമാക്കും. അല്ല, വാ നമുക്ക് ബലിവേഴ്സിലോട്ട് പോകാമെന്നല്ല പറയണ്ടേ. ഒരാൾ സുഖമില്ലെന്ന് പറഞ്ഞാൽ വണ്ടിയിലോട്ട് കയറിക്കാം, നമുക്ക് ബലിവേഴ്സിലോട്ട് പോയേക്കാം. അതാണോ? സുഖമില്ല, ഇങ്ങോട്ട് മുട്ടുകുത്തു കൈവച്ച് പ്രാർത്ഥിക്കാൻ പോകും, യേശു നിന്നെ സൗഖ്യമാക്കും. വാക്യം അങ്ങോട്ട് ഉരുവിടണം. സ്തോത്രം. ഒരാൾ വന്ന് പറയും, അയ്യോ ഞാൻ മനപ്രയാസത്തോടെ വന്ന എൻ്റെ മാമ ഞാനും പ്രയാസത്തോടിക്കുന്നു, ഞാൻ ആരോടും മിണ്ടുന്നില്ലെന്നേ. അങ്ങനാണോ? അന്നേരം പറയണം, നിന്റെ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട ദൈവം തരും, നിന്റെ രക്തടിച്ച് സന്തോഷം നിന്നെ ഉടുപ്പിക്കും, നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കും. വിശ്വാസത്തിന്റെ വാക്ക് പറ. വിശ്വാസത്തിൽ ആരോഗ്യമുണ്ടായിരിക്കണം.
സ്തോത്രം. ബാക്കി ഭാഗം നമുക്ക് വൈകിട്ട് ചിന്തിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് പകൽ ആരെയും വിധിക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണ്ട. ഞാൻ സഹിത എനിക്കൂടുള്ള ദൂത, നമ്മൾ കൂടുമ്പം വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അന്യോന്യം വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്ത്. ഭാര്യ ഭർത്താവിനെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്ത്. ഭർത്താവ് ഭാര്യയെ വിശ്വാസം പറഞ്ഞ് ബലപ്പെടുത്ത്. മക്കളെ വിശ്വാസം പറഞ്ഞു കൊടുക്ക്. മക്കൾ മാതാപിതാക്കൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്ക്. ദൈവദാസന്മാർക്ക് ദൈവമക്കൾ വിശ്വാസം പറ. ദൈവദാസന്മാർ വിശ്വാസം അന്യോന്യം വിശ്വാസത്തിൽ ശക്തിപ്പെട്. കാലേബ് പറഞ്ഞതുപോലെ പറ, അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്, അന്നത്തെ ബലം എനിക്ക് ഇന്നുമുണ്ട്. പടയ്ക്ക് പോകാനും പടകൂടാനും തിരിച്ചു വരാനും പോകാനും യുദ്ധം ചെയ്യുവാനും ആത്മീക ബലം എനിക്ക് ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അനാക്യൊരു വിഷയമല്ല, അമാലേക്കൊരു വിഷയമല്ല, ഹെബ്രോമല്ല എനിക്ക് വിഷയമല്ല. ഞാനത് വെട്ടിപ്പിടിക്കും. നിന്നെ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞുചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്ക്. ഈ പകൽ വിശ്വാസത്തോടെ തിരിച്ചു പോകാവുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കുക. ശ്വാസകപ്പൽ താഴുമോ ഈ ഉലകിലി ജനമൂലനേറുന്നു. അവൻ ശ്വാസകപ്പൽ താഴുമോ അവൻ ഈ ഉലകിലി ജനമൂലനേറുന്നു. അവൻ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ. ഓ വിശ്വാസനായ ഗബ്രിയേൽ